യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. അവസാനിച്ചിട്ടില്ലെന്നും ദീർഘകാല യുദ്ധത്തിന് തയ്യാറാണെന്നും ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുമെന്ന് മുന്നറിയിപ്പ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പുതിയ വാർത്തകൾ ഇതൊക്കെയാണ്. ഇത് വിശദമായി 9 മണിക്കുണ്ടാകും. ഒപ്പം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിക്കൊരുങ്ങുന്നു. മുഖ്യമന്ത്രിയെ കാണാനായി അടക്കം തിരുവനന്തപുരത്തേക്ക് വാളകത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. എന്തും സംഭവിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് LDF-ന്റെ ഘടകകക്ഷികളൊക്കെ രാജി വേണമെന്ന ആവശ്യം സമ്മർദ്ദമായി ഉന്നയിക്കുന്നുവെന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ വിശദമായി ഉണ്ട്. തലക്കെട്ടുകൾ നോക്കാം. ഗൾഫ് രാജ്യങ്ങളെ ഇനിയും ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ദീർഘകാല യുദ്ധത്തിന് സജ്ജം. ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണം. യുദ്ധം ഏകദേശം അവസാനിച്ചുവെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ്. US വളരെയേറെ മുന്നിലാണെന്നും അവകാശവാദം. ഇറാന് നാവികസേനയും ആശയവിനിമയ സംവിധാനങ്ങളും വ്യോമസേനയും ഇല്ലെന്നും പരിഹാസം. ഇറാൻ നേതൃതലത്തിൽ ഭിന്നതയെന്ന് സൂചന. ഗൾഫ് മേഖലയിലുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് പ്രസിഡന്റ് മാപ്പ് പറഞ്ഞതിൽ സേനയ്ക്ക് അതൃപ്തി. മുജ്തബ ഖമേനിയെ തിരഞ്ഞെടുത്തതിലും എതിർപ്പ്. നിയന്ത്രണം പൂർണ്ണമായും റവല്യൂഷണറി സേന ഏറ്റെടുത്തുവെന്ന് സൂചന. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിയിലേക്ക്. മന്ത്രിയെ വിളിപ്പിച്ച് മുഖ്യമന്ത്രി. സ്ഥാനമൊഴിയാൻ സമ്മർദ്ദം. ഭാര്യയുടെ പരാതി രാഷ്ട്രീയായുധമാക്കി UDF. ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കാത്ത് കേരളം. തീയതി പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ. MP-മാർക്ക് ഇളവനുവദിക്കണമോ എന്നതിൽ ചർച്ച. CPI മണ്ഡലം കമ്മിറ്റികൾ ഇന്ന്. ദുരന്തർ ദ റിവഞ്ചിന്റെ പെയ്ഡ് പ്രീമിയറുകൾക്ക് മാത്രം 8 കോടിയുടെ വരുമാനം. 24 മണിക്കൂറിനുള്ളിൽ വിവിധ ടിക്കറ്റ് പ്ലാറ്റ്ഫോമുകളിലായി 87,000 ടിക്കറ്റുകൾ വിറ്റുപോയി. ചിത്രം പ്രദർശനത്തിലെത്തുക മാർച്ച് 19-ന്. അമേരിക്കയും സഖ്യകക്ഷികളുമായി ദീർഘകാല യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഒരു തരത്തിലും കുറയ്ക്കില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ നയതന്ത്ര ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് കമാൽ ഖരാസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10-ാം ദിനത്തിൽ തങ്ങളുടെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം തുടരുമെന്ന സൂചനയും നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സാമ്പത്തികമായ നിരവധി ആഘാതങ്ങളിലൂടെ മാത്രമേ ഈ പോരാട്ടം അവസാനിക്കൂ എന്നും ടെഹ്റാനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഖരാസി വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് പല വാഗ്ദാനങ്ങളും ലംഘിച്ചു. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അടക്കമുള്ളവർ ട്രംപിനെ പിന്തിരിപ്പിക്കണം. തങ്ങളെ അനാവശ്യമായി ആക്രമിക്കുന്നു. മറ്റു രാജ്യങ്ങൾ വരെ ഇടപെടുന്നത് വരെ പിന്നോട്ടില്ല എന്നും ഇറാൻ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിനും ഈ ആക്രമണങ്ങളൊക്കെ ഇടയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർധനവ് വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഡോളറിന്റെ വില വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലമുണ്ട്. സുയസ് പ്രതിസന്ധിയേക്കാൾ ഇരട്ടി ആഘാതം നിലവിലെ സാഹചര്യം സൃഷ്ടിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഇറാൻ ഒട്ടും പിന്നോട്ടില്ല എന്ന വിവരങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇറാന് കടുപ്പിക്കുകയാണ്. ഇത്ര വലിയ ആക്രമണം അവരുടെ മേഖലകളിലേക്ക് ഉണ്ടായിട്ട് പോലുമാണ് ഇറാൻ ഇത്തരത്തിൽ കടുപ്പിച്ചു നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? എത്ര നാൾ വേണമെങ്കിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആത്മവിശ്വാസം ഇറാൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കടുത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ ഇറാനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും മേഖലയിൽ ആക്രമണം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഖൂമൈൻ എന്നുള്ള ഇറാനിയൻ പട്ടണത്തിൽ ഒരു സ്കൂളിനും അതുപോലെ തന്നെ മറ്റൊരു റെസിഡൻഷ്യൽ കെട്ടിടത്തിനും ആക്രമണം കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ മറ്റ് മരണങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ആക്രമണം ഇറാന്റെ പല പ്രദേശങ്ങളിലുമുണ്ട്. ഇന്നലെ ഇസ്രായേലി ആർമി വ്യക്തമാക്കിയത്
നടത്തിയത് IRGCയുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ഒരു പോലീസ് ആസ്ഥാനവും ഒരു സൈനിക പരിശീലന കേന്ദ്രം ഉൾപ്പെടെ തകർത്തു എന്നാണ് ഇസ്രായേലി ആർമി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതുപോലെ എണ്ണപ്പാടങ്ങളും അതുപോലെ എണ്ണ വിതരണ കേന്ദ്രങ്ങളും എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ഉൾപ്പെടെ ടെഹ്റാനിൽ നശിച്ചു. അപ്പോൾ ഇത്ര വലിയ പ്രതിസന്ധികൾ പല മേഖലകളിൽ അവർ നേരിടുന്നുണ്ട്. അവരുടെ ജനജീവിതത്തിലാണെങ്കിലും അതുപോലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധിയാണെങ്കിലും ആയുധങ്ങളുടെ കുറവാണെങ്കിലും ഇന്ധനക്ഷാമം, അത്തരത്തിൽ പല പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഈ യുദ്ധം തങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ഇറാനിയൻ നേതാക്കൾ പല ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഇപ്പോൾ പ്രസിഡന്റ് ഇടയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവസാനിപ്പിക്കുന്നു എന്നല്ല, ഈ അയൽ രാജ്യങ്ങളെ മറ്റൊരു പ്രകോപനമില്ലാതെ ഇനി ആക്രമിക്കില്ല എന്നൊരു പ്രസ്താവന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇതിന് കടുത്ത എതിർപ്പുകളും ഉണ്ടായിരുന്നു. ഇത്തരമൊരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഒരു നേതാക്കളും ഈ യുദ്ധത്തിന്റെ ഒരു തോത് അവസാനിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല. ഇതൊരു പക്ഷേ അവിടെയുള്ള യാഥാസ്ഥിതിക സമൂഹത്തെ തൃപ്തിപ്പെടുത്താനായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നതിൻ്റെ ഒരു സൂചന നൽകാൻ കൂടിയാകാം. അല്ലെങ്കിൽ ഇറാന്റെ കൈവശം ഇനിയും ആയുധങ്ങളുണ്ട്, അവർ അവകാശപ്പെടുന്നത് പോലെ ഇനിയും ആയുധങ്ങൾ അവരുടെ പക്കൽ ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾക്ക് യാതൊരു അയവുമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പല രാജ്യങ്ങളിലേക്കും ഇപ്പോഴും മിസൈലുകളും ഡ്രോണുകളും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ 2 ഡ്രോണുകൾ കൂടി നശിപ്പിച്ചു എന്നുള്ള വിവരമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ രാവിലെ 2 മിസൈലും അതുപോലെ തന്നെ 1 ഡ്രോണും നശിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം അത് ഇസ്രായേലിലേക്ക് കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. ഈ ഇറാനും അതുപോലെ തന്നെ ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രായേലിലേക്ക് നിലവിൽ 30 മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ടാണ് ഇസ്രായേലി ആർമി വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളും അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഖത്തർ അമീറിനെ നേരിട്ട് ഫോൺ വിളിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് നിലവിൽ ഒരു അയവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതിനിടയിലാണ് അജയ്, അമേരിക്ക ഇസ്രായേൽ ഈ സംഘർഷങ്ങൾക്കിടയിൽ യുദ്ധം ഏകദേശം അവസാനിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അത് ഇറാനെ കളിയാക്കിക്കൊണ്ടാണ്, പരിഹാസത്തോടുകൂടിയാണ് ട്രംപിൻ്റെ ഈ പറച്ചിൽ. ഏകദേശം 4-5 ആഴ്ചകൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും, പക്ഷേ US ഇപ്പോൾ ഈ ഇത്രയും ദിവസം 10-15 ദിവസം ആയപ്പോഴേക്കും വളരെയധികം മുന്നിലാണെന്നും ഇത് വേഗത്തിൽ തന്നെ അവസാനിച്ചെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെടുന്നത്. അതായത് ഇറാന്റെ നാവികസേന ഇല്ല, അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചു. ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്തു, വ്യോമസേനയും ഇല്ല എന്ന് ട്രംപ് പരിഹാസ രൂപേണ പറയുകയാണ്. മിസൈലുകൾ ചിതറിപ്പോയി, നിങ്ങൾ അത് നോക്കിയാൽ മനസ്സിലാകും. നിർമ്മാണത്തിലുൾപ്പെടെ അവരുടെ ഡ്രോണുകൾ എല്ലായിടത്തും നശിപ്പിക്കപ്പെടുകയാണ്. സൈനികപരമായി അവർക്ക് ഇനി ശേഷിയില്ല. ഒപ്പം ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപ് പറയുന്നത് കപ്പലുകൾ കടന്നു പോകുന്നുണ്ടല്ലോ, അത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചൊന്നും ഒക്കെ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ മറ്റ് ഇറാന്റെ കപ്പലുകളും മറ്റും പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ട്രംപും ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിയിലാണ്. അത് ഈ പറഞ്ഞതുപോലെ അതിനുശേഷം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ട്രംപ് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ഒരാൾ കൂടിയാണ് ട്രംപ്. പക്ഷേ ഈ യുദ്ധം അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്തായിരിക്കും? ഇപ്പോൾ ഈ US-നകത്ത് നിന്ന് തന്നെ അവരുടെ പല പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു വ്യക്തതയില്ലെന്ന് കാണാൻ സാധിക്കും. കാര്യം US-ൻ്റെ തന്നെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് അദ്ദേഹം പ്രതികരിച്ചത് ഈ യുദ്ധം അത് നിലവിലൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഇത് വെറും ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നാൽ ട്രംപിനോട് ഇന്നലെ മാധ്യമങ്ങൾ ഇതേ കാര്യം എടുത്തു ചോദിച്ചിരുന്നു. അപ്പോൾ ട്രംപ് ഇതിനെ ഒന്ന് വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലാക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. അതായത് നിലവിൽ ഇതൊരു തുടക്കമാണ് എന്നുള്ളത് ശരിയാണ്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് തങ്ങളുടെ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് എന്നാണ് ട്രംപ് പിന്നീട് വ്യക്തമാക്കുകയുണ്ടായത്. ആദ്യം തന്നെ ട്രംപ് സൂചിപ്പിച്ചൊരു കാര്യം, ഇത് 4 ആഴ്ച യുദ്ധം നീളുമെന്ന്. പിന്നീട് ഇപ്പോൾ പറയുന്നു യുദ്ധം അവസാനിക്കാറായി, US-ഉം ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിനോട് തുടർ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു ഈ പുതിയ നേതൃത്വത്തിനെ സംബന്ധിച്ച്, അതുപോലെ മുജ്തബ ഖമനയുടെ ഒരു അധികാര ലബ്ധി, അതിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനെപ്പറ്റി ട്രംപ് പറഞ്ഞത് മുജ്തബ ഖമനൈ അധികാരത്തിൽ വന്നതുകൊണ്ട് ഇറാനിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു മാറ്റങ്ങളും ഉണ്ടാകില്ല, അവിടെ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവരും മാറണം, പുതിയൊരു നേതൃത്വം അവിടെ അധികാരത്തിൽ വരണം, ആ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിൽ US-ൻ്റെയും ഒരു സാന്നിധ്യം ഉണ്ടാകണം, തൻ്റെ കൂടി അനുവാദത്തോടെ മാത്രമേ അത് നടക്കാവൂ എന്നെല്ലാമാണ് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതേസമയം ഇറാൻ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവിനാണ് ട്രംപ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കാര്യം വെനസ്വേലയിൽ ഉൾപ്പെടെ ഇതൊരു വിജയിച്ച നീക്കമായിരുന്നു. വെനസ്വേല രാഷ്ട്രീയത്തിൽ തന്നെയുള്ള മറ്റൊരു പ്രമുഖ മുഖത്തെ അധികാരത്തിലേക്ക് കയറ്റി ഡെൽസി റോഡ്രിഗസിനെ പ്രസിഡന്റാക്കി. അപ്പോൾ അതുപോലെ തന്നെ ഇറാൻ അകത്തും മറ്റൊരു നേതാവിനെ കണ്ടെത്തി അധികാരത്തിൽ പ്രതിഷ്ഠിക്കാനാണ് തനിക്കിഷ്ടം എന്നതാണ് ട്രംപ് മുന്നോട്ട് പറഞ്ഞത്. അതേസമയം IRGC യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതത്തെ വീണ്ടും നിയന്ത്രിക്കും എന്നുള്ളൊരു തരത്തിലുള്ള പ്രസ്താവനകൾ വന്നപ്പോൾ ട്രംപ് നിലവിൽ കുറച്ചുകൂടി സ്വരം കടുപ്പിച്ച് ട്രൂത്ത് സോഷ്യലിൽ വളരെ വലിയൊരു പ്രകോപനവുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ 20 ഇരട്ടി ആഘാതത്തിൽ ഇറാനെ ആക്രമിക്കും എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഈ ഇന്ധന ഗതാഗതം നിയന്ത്രിക്കുകയാണെങ്കിൽ വളരെ വലിയ തിരിച്ചടി ഇറാന് നൽകും. അതുപോലെ ഇത് US-ൻ്റെ മാത്രം ആക്രമണമായിരിക്കില്ല, US മുതൽ ചൈന വരെയുള്ള വിവിധ രാജ്യങ്ങളുടെ സമ്മാനമായിരിക്കും ഇത്. ഈ ഇറാന് മേൽ രക്തവും അതുപോലെ തന്നെ ക്രോധവും എല്ലാം അവർക്ക് മേൽ തീർക്കും, അതുപോലെ തന്നെ അവർക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കാത്ത വിധം എല്ലാം നശിപ്പിക്കും എന്നുള്ള തരത്തിലാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വളരെ വലിയൊരു ഭീഷണി എഴുതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കടുത്ത ഇന്ധന പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 100-ന് മുകളിലൊക്കെ ഉയർന്നതാണ്, ഇപ്പോൾ 90-ലേക്കൊക്കെ അത് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഇന്ധനക്ഷാമം അത് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഭരണകൂടം സ്കൂളുകൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ 2 ആഴ്ചത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 4 ദിവസമായി മാത്രം കുറച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ എണ്ണം അത് 50% താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നടപടികളൊക്കെ പാകിസ്ഥാന് സ്വീകരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അവിടെ പെട്രോൾ വില കുറച്ച് ദിവസം കൊണ്ട് വർദ്ധിച്ചത് 55 പാകിസ്ഥാനി രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 18 രൂപയാണത്. ഒറ്റയടിക്ക് ഇത്രയും രൂപ പാകിസ്ഥാനിൽ വർദ്ധിക്കുകയുണ്ടായി. അതുപോലെ US-ലും കടുത്ത വിമർശനങ്ങളുണ്ട് ട്രംപിന് നേരെ. അതായത് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത് അമേരിക്കയുടെയും ഇന്ധന ക്ഷാമത്തിന് കാരണമാകും എന്നുള്ള തരത്തിൽ അങ്ങനെ 2 രാഷ്ട്രങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ഈ ഇറാന്റെ നേതൃതലത്തിൽ ഭിന്നത എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് അമേരിക്കയും ഇസ്രായേലിലും ഒക്കെ ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ നേതൃത്വത്തിൽ വിള്ളൽ എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. പോരാട്ടത്തിൽ ഒറ്റക്കെട്ടാണെന്ന് അവകാശപ്പെടുമ്പോഴും ടെഹ്റാനിൽ ഭിന്നതയുടെ ചില സൂചനകൾ പ്രകടമാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഉണ്ടായ 3 സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളായി മുന്നോട്ട് വെക്കുന്നത്. അതായത് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളെയാണ് ഇറാൻ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തത് അതിനുശേഷം. പക്ഷേ ഈ ആക്രമണത്തെ ഇറാന്റെ പ്രസിഡന്റ് തന്നെ ഒരു സമയത്ത് പശ്ചാത്തപിക്കുന്നു, ഞങ്ങൾ മാപ്പ് പറയുന്നു എന്നുള്ള ചില സൂചനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുന്നത്. എന്നാൽ ഈ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന റവല്യൂഷണറി ഗാർഡ്സിലെ അവരുടെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടാകുന്ന പശ്ചാത്തലമുണ്ടാകും. തുടർന്ന് പെസഷ്കിയാൻ ഈ പ്രസ്താവന തിരുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ശത്രുക്കൾ തൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ് മസൂദ് പെസഷ്കിയാൻ നിലപാട് സ്വീകരിക്കുകയും മറ്റും ചെയ്തത്. ഇത് നേതൃതലത്തിലെ ഭിന്നതയുടെ ആദ്യ സംഭവമായി വിലയിരുത്തപ്പെടുന്നു. മറ്റൊന്ന്, പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിയെ പുതിയ നേതാവായി തെരഞ്ഞെടുത്തതും ഇറാനിൽ വ്യാപകമായ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് പൂർണ്ണമായും ഈ റവല്യൂഷണറി ഗാർഡിൻ്റെ തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു മത പണ്ഡിതനല്ല, പ്രാസംഗികനല്ല, അങ്ങനെ ഒരുപാട് ന്യൂനതകളുള്ള
സ്ഥാനത്തേക്കുള്ള മൊസ്ദബയെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഇറാനിൽ പൂർണ്ണമായൊരു പിന്തുണ ലഭിച്ചിട്ടില്ല. ഒപ്പം പിതാവിൽ നിന്ന് മകനിലേക്ക് അധികാരം കൈമാറുന്നതും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് യാഥാസ്ഥികരെ എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന് ഒന്നായി പ്രധാനമായും പറഞ്ഞു വെക്കുന്ന ഒന്ന്, ഈ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്ന അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മൊസ്ദബ അവരുടെ കയ്യിലെ ഒരു കളിപ്പാട്ടമായി മാറും എന്നുള്ള സൂചനകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ യുദ്ധത്തിൻ്റെ ദിശയെ ചൊല്ലിയും നേതൃത്വത്തെ ചൊല്ലിയുമൊക്കെ ഇറാൻ ഭരണകൂടത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണണം. അത് നേരത്തെ മുതൽ തന്നെ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള പ്രശ്നങ്ങളാണ്. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴും ഈ പ്രശ്നങ്ങൾ അതേപടി തുടരുന്നുണ്ട്. അവിടെയാണ് അമേരിക്ക അടക്കം മൊസ്ദബെയൊക്കെ റീപ്ലേസ് ചെയ്ത് പുതിയ ഒരു നേതാവിനെ പ്രതിഷ്ഠിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊസ്ദബ ഖമേനിക്ക് യുദ്ധത്തിൽ പരിക്കേറ്റു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ചില ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരമോന്നതമായി തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ. ഇറാൻ്റെ ദേശീയ ടെലിവിഷൻ തന്നെ അത്തരത്തിൽ ചില സൂചനകൾ നൽകിയ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിൽ മൊസ്ദബയ്ക്കും യുദ്ധത്തിൽ പരിക്കേറ്റു എന്നുള്ള പരാമർശമുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അജയ് സുധാ ബിജു? കാരണം ഇതിന് മുൻപുള്ള ഏതെങ്കിലും യുദ്ധത്തിലാണോ അതോ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഇത് നമുക്കറിയാം, യുദ്ധം ആരംഭിച്ചതിന് ശേഷം മൊസ്ദബയെ പൊതുവേദികളിലൊന്നും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരമൊരു റൂമറുകളെല്ലാം ഉണ്ട്. ഈ ഒരു മരണം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മരണത്തിൻ്റെ ഒരു വാർത്ത തന്നെ ഇതിലൊരു നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇനി ബാക്കിയുള്ളത് അദ്ദേഹം മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാര്യം ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ മുജ്തബ ഖമനയുടെ ഭാര്യ, അതുപോലെ തന്നെ മക്കൾ ഉൾപ്പെടെ മിക്ക ആളുകളും കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുജ്തബ ഖമനേയി മാത്രമാണ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇനി അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഉള്ള വിഷയങ്ങളുണ്ടോ, ഇതെല്ലാം ഒരു അഭ്യൂഹങ്ങളായി തുടരുകയാണ്. കാര്യം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാനിലുള്ള പല നേതാക്കളും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. അത് അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനി ആണെങ്കിലും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ആണെങ്കിലും അതുപോലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എല്ലാവരും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയി അദ്ദേഹം യാതൊരുവിധ പ്രസ്താവനകളും നടത്തിയില്ല. പ്രത്യേകിച്ച് സൈന്യത്തിലും അതുപോലെ തന്നെ അവിടെ പല ഗവൺമെൻറ് ബോഡിയിലും ഇത്രയധികം സ്വാധീനമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതുവരെ എന്തുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടില്ല എന്നൊരു ചോദ്യം അത് എല്ലാവരുടെയും മനസ്സിൽ തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യമാണ്. ഇത് പല നേതാക്കളും പിന്നീട് സൂചിപ്പിച്ചത് അവിടുത്തെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഉചിതമായ സമയത്ത് പ്രതികരിക്കും, ഉചിതമായ സമയത്ത് ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കും എന്നുള്ളതാണ്. മറ്റൊരു ആരോപണം, ഇതിനൊരു സൈഡുള്ളത്, ഈ മുജ്തബ ഖമനേയ്ക്ക് നേരെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണ ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേദികളിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ടെലിവിഷനിലൂടെ നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ രഹസ്യചാരന്മാർ ഇത് ചോർത്തി വിവരം അമേരിക്കയ്ക്കും ഇസ്രായേലിന് നൽകും. അത് മുജ്തബ ഖമനേയുടെ ജീവന് ഭീഷണിയാകും എന്നുള്ള തരത്തിൽ ഇതിന് മറ്റൊരു വശവും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒളിവിലാണ് എന്നാണ് വേറൊരു വശം ഇതിന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങൾ ഈ മുസ്തബയുടെ ഈ സ്ക്രീനിൽ വരാത്ത ഒരു കാര്യവുമായി രംഗത്തുണ്ട്. ഇതിന് മുൻപേ പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ സജീവമായി ഇടപെട്ടിരുന്നു. ഈ യുദ്ധം കഴിഞ്ഞ വർഷമുണ്ടായിട്ടുള്ള ഒരു സംഘർഷത്തിൽ ഉൾപ്പെടെ IRGCയുടെ ഒരു മൊത്തം പ്രവർത്തനത്തെ നിയന്ത്രിച്ചിരുന്നത് മുസ്തബ ഖമനയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം തൻ്റെ പിതാവിന് ഈ പ്രായമായത് കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവൃത്തികളും നിയന്ത്രിച്ചിരുന്നത് മുസ്തബ ഖമനേയിയാണ്. അപ്പോൾ ഇത്തരം ഒരാൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇനാക്റ്റീവ് ആയത് എന്നൊരു ചോദ്യം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഉയർന്നു വന്നിട്ടുള്ളൊരു കാര്യമാണ്. ജനങ്ങൾ ഒട്ടാകെ മുസ്തബയ്ക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങി, എന്നാലും മുസ്തബയെ കാണാനില്ല. അതാണ് ഇത്തരമൊരു റൂമേഴ്സിന് കാരണം. തീർച്ചയായും. ഒപ്പം മുസ്തബ ഖമേനിക്ക് അചഞ്ചലമായ പിന്തുണ ഇപ്പോൾ റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വ്ളാദിമിർ പുടിൻ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. മുസ്തഫ ഖമേനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
സന്ദേശം അയച്ചു പുടിൻ എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ടെഹ്റാനോടുള്ള ഞങ്ങളുടെ അചഞ്ചലമായ പിന്തുണയും ഇറാനിയൻ സുഹൃത്തുക്കളോടുള്ള ഐക്യദാർഢ്യവും ഞാൻ വീണ്ടും ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സന്ദേശത്തിൽ പുടിൻ ഇത് പറയുകയാണ്. അതേസമയം ഇറാനിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരുന്ന ഒരാളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. അപ്പോൾ റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റുമായി ഈ വിഷയത്തിൽ സംസാരിച്ചു എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണോ ട്രംപ് ഇപ്പോൾ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളും സംഭവിക്കുന്നത്. ഏതായാലും പുടിനും ട്രംപും തമ്മിൽ ഈ വിഷയത്തിൽ ചില ചർച്ചകൾ ഉണ്ടായി എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനെതിരെ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്കായി ഓരോ ദിവസവും അമേരിക്ക ചിലവഴിക്കുന്നത് $891 മില്യൺ. ആ കണക്ക് നമ്മൾക്ക് ഇന്ത്യൻ രൂപയിലേക്ക് വന്നാൽ ഞെട്ടരുത്, 8200 കോടി രൂപയാണ്. അതായത് ഒരു ദിവസത്തെ ചിലവാണ് കേട്ടോ. 8200 കോടി രൂപയാണ് അമേരിക്ക ചിലവഴിക്കുന്നത്. ആദ്യത്തെ ആഴ്ചയിലെ മാത്രം കണക്ക് ഇതിനോടകം $6 ബില്യൺ 55,000 കോടി രൂപ. 7 ദിവസത്തെ കണക്കാണ്. 55,000 കോടി രൂപ. ഇത് $10 ബില്യൺ അധികം വർദ്ധിക്കാമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അന്തിമ കണക്കുകളും മറ്റും വരുമ്പോൾ യുദ്ധത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ്. പെൻറ്റഗൺ US കോൺഗ്രസിനെ അറിയിച്ചതനുസരിച്ച് യുദ്ധത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയ്ക്ക് ഏകദേശം $6 ബില്യൺ ചെലവായിരിക്കുന്നു. ന്യൂയോർക്ക് ടൈംസ് തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത കണക്കാണിത്. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ വിശകലനം അനുസരിച്ച് ഓരോ ദിവസവും നേരത്തെ പറഞ്ഞ പോലെയുള്ള ചിലവുകൾ സംഭവിക്കുന്നുണ്ട്. ഈ ആസ്തികളെക്കുറിച്ചൊക്കെ പെൻറ്റഗൺ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക്. ഇറാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളുടെ തുടക്കത്തിൽ ജോർജ് W. ബുഷ് ഭരണകൂടം ചെയ്തതുപോലെ ട്രംപിന്റെ ഭരണകൂടത്തിലും US കോൺഗ്രസിൽ നിന്ന് അനുബന്ധ ഫണ്ട് ആവശ്യമായി വന്നേക്കാം എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അമേരിക്കയിലുടനീളം ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകളുണ്ട്. ഈ ട്രംപ് ഇത്രയധികം പണം ചിലവഴിക്കുന്നതിലും മറ്റും അത് എങ്ങനെ ട്രംപ് മറികടക്കും എന്ന കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ആഴ്ചകളോളം യുദ്ധം വേണ്ട എന്നുള്ള ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലും ഇത്തരം ചില ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പ്രധാനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും സഖ്യകക്ഷികൾക്കടക്കം ഇപ്പോൾ ഇസ്രായേലിനും മറ്റും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് സഹായം വേണ്ടിവരും. ഇതും വലിയ ചിലവിനിടയാക്കും എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് രാജിവെക്കുമോ? രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന. വാളകത്തെ വീട്ടിൽ നിന്നും മന്ത്രി തിരുവനന്തപുരത്തേക്ക് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വാളകത്തെ വീട്ടിലടക്കം വലിയ തോതിലുള്ള പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗണേശിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും മറ്റും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 9 മണിയോടുകൂടി അദ്ദേഹം പുറപ്പെട്ടു. ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല. എസ് വിനീഷും ഒപ്പം വി അരുണും വിവരങ്ങളുമായി ചേരും. അരുണ് ബിനീഷ് ആദ്യം ബിനീഷിലേക്ക് പോകണം. ബിനീഷ്, വലിയ സന്നാഹം പോലീസിൻ്റെ സുരക്ഷയൊക്കെ വാളകത്തെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ മന്ത്രി തയ്യാറായില്ല അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മന്ത്രിയുടെ വാളകത്തെ കീഴൂട്ട് തറവാട്ടിൽ നിന്നാണ് മന്ത്രി ഇന്ന് പുറപ്പെട്ടത്. ഒരു 9 മണിക്കായിരുന്നു മന്ത്രി പുറപ്പെട്ടത്. മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾക്ക് മറുപടി എന്നോണം ഒന്നും തന്നെ പ്രതികരണം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രിയുടെ ഭാര്യ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. തന്റെ തരത്തിൽ ഈ ആരോപണങ്ങൾക്ക് അനുസരിച്ചുള്ള തെളിവുകൾ ഉണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇതൊരു വലിയൊരു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തന്നെ വഴിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു മറുപടി എന്നോണം മന്ത്രിയുടെ നിന്നും പ്രതികരണം ലഭ്യമാകും എന്ന് കരുതിയാണ് നമ്മൾ അവിടെ കാത്തുനിന്നത്. പക്ഷേ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും പറയാൻ തയ്യാറായില്ല. 9 മണിക്ക് തന്നെ മന്ത്രിയുടെ കീഴൂട്ട് തറവാട്ടിൽ നിന്നും ഇറങ്ങുകയും ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജിയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമാണ്. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അടക്കം ഉള്ള
പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്നും മന്ത്രിയുടെ വസതിയിലേക്കും അതുപോലെ തന്നെ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്കും പത്തനാപുരത്തുള്ള ക്യാമ്പ് ഓഫീസിലേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് വേദിയാകും. ഇത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹത്തെയും അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, തുടരുക. വി അരുൺ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുണ്, മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. കാരണം നമുക്കറിയാം, ഗണേശനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമെന്ന വിലയിരുത്തലിലേക്ക് ഇടതുമുന്നണി എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. CPIയും ഏതാണ്ട് അതേ നിലപാടിൽ തന്നെയാണ് എന്നും മനസ്സിലാകുന്ന പശ്ചാത്തലമുണ്ട്. രാജി ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്താണ് സൂചനകൾ? രാജി എന്ന ഒരു ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഗണേഷ് കുമാറിന്മേൽ വലിയ സമ്മർദ്ദമുണ്ട്. CPMും വലിയ സമ്മർദ്ദത്തിലാണ്. കാരണം നമുക്കറിയാം, 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ KB ഗണേഷ് കുമാർ അംഗമായിരിക്കുമ്പോൾ ഏറെക്കുറെ സമാനമായ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. അന്ന് ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടാൻ CPM വളരെ ഉത്സാഹം കാട്ടിയിരുന്നു. മാത്രമല്ല വലിയ സമരങ്ങളിലേക്ക് അത് പോയിരുന്നു. അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇത് പൂഴ്ത്തിവെച്ചു, എന്തുകൊണ്ട് രാജി ആവശ്യപ്പെടാൻ വൈകുന്നു. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഗണേഷ് കുമാർ മാത്രമല്ല രാജിവെക്കേണ്ടത്, അതിന് കൂട്ടുനിന്ന അല്ലെങ്കിൽ പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടി രാജിവെക്കണമെന്ന ആവശ്യമെന്ന് VS അച്യുതാനന്ദൻ ഉയർത്തിയിരുന്നു. അന്നത്തെ ആവശ്യങ്ങൾ ഇപ്പോൾ മന്ത്രിമാർ ഓരോരുത്തരായി മന്ത്രിസഭാ പങ്കെടുക്കാൻ എത്തുകയാണ്. KB ഗണേഷ് കുമാറും മന്ത്രിസഭാ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ AK ശശീന്ദ്രനാണ് മന്ത്രിസഭാ യോഗത്തിനായി സെക്രട്ടേറിയറ്റിലേക്ക് കടന്നുപോകുന്നത്. അന്ന് CPM നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി, അന്നത്തെ പ്രതിപക്ഷ VS അച്യുതാനന്ദൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നടത്തിയ പ്രസ്താവനകൾ ഇപ്പോൾ CPMനെ തിരിഞ്ഞുകൊത്തുകയാണ്. ഏറെക്കുറെ സമാനമായ ആരോപണമാണ് ഇപ്പോഴും KB ഗണേഷ് കുമാർ നേരിടുന്നത്. എക്കാലത്തും ഇരു മുന്നണികൾക്കും KB ഗണേഷ് കുമാറിന്റെ വ്യക്തിജീവിതം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരോപണങ്ങളൊക്കെ തലവേദനയായിരുന്നു. അതിപ്പോൾ ആവർത്തിക്കുകയാണ്. 2013 തനിയാവർത്തനം 2026 ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. 2013 അദ്ദേഹത്തിന്റെ രാജി ഒരു തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന ഒരു നിലപാടിലേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോഴൊക്കെ അത് വേണ്ടിവരുമെന്ന മറുപടിയാണ് അവർ നൽകുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന LDF നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. അങ്ങനെയെങ്കിൽ ഗണേഷ് കുമാറിന്റെ രാജി വൈകാതെ ഉണ്ടായേക്കും. രാജി അല്ലാതെ മറ്റു വഴി ഇടതുമുണ്ടിക്കില്ല. KB ഗണേഷ് കുമാർ എന്ന കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് മാത്രമല്ല ഇവിടെ പ്രശ്നം. തെരഞ്ഞെടുപ്പാണ്, സ്ത്രീ സുരക്ഷയാണ് ഇടതുമുന്നണി ഏറ്റവും വലിയ മുദ്രാവാക്യമായി അവരുടെ നേട്ടമായി എടുത്തു കാണിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അതിജീവതയാണ് തുടരുമെന്ന പരസ്യവുമായി PR നിർമ്മിച്ച പരസ്യവുമായി സർക്കാരിന് വേണ്ടി രംഗത്ത് പ്രചരണത്തിന് വന്നത്. അത്തരം ഒരു സാഹചര്യമുള്ളപ്പോൾ ദിലീപ് കേസ് അതിജീവിത പോലും സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ അതിജീവിതമാർക്ക് വിശ്വസിച്ച് നിൽക്കാം, ധൈര്യമായി നിൽക്കാമെന്ന് ആവർത്തിച്ചു പറയുന്ന, അടിക്കടി പറയുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഒരു മന്ത്രിസഭയിലെ അംഗത്തിന് എങ്ങനെ തുടരാനാകും? കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്, ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത നാടായി ഇത് മാറുകയാണോ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് സുരക്ഷ ലഭിക്കുക എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നു. ഗണേഷ് കുമാർ രാജി ആവശ്യപ്പെട്ട സമരങ്ങൾ ശക്തമാകുന്നു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാർ ഇവിടെ എത്തിയേക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം 11 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിന്റെ പാലക്കാട് MLAക്കെതിരെ അതിരൂക്ഷമായ വിമർശനവും സമരങ്ങളും ഒക്കെ നടത്തിയ മുന്നണിയാണ് ഇടതുമുന്നണി. അത്തരം ഒരു ആരോപണം നിൽക്കുമ്പോൾ, സമാനമായ ആരോപണം ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ വരുമ്പോൾ സ്വാഭാവികമായും രാജിയല്ലാതെ മറ്റൊരു കാര്യം ഇടതുമുന്നണിക്ക് ചിന്തിക്കാനാകില്ലെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അത് ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ സാധ്യതകളെ മാത്രമല്ല, ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ചയെന്ന വലിയ സ്വപ്നത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്കയാണ് നേതൃത്വത്തിന് ഉള്ളത്. വളരെ പ്രധാനമാണ് അരുൺ. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും രാഹുലിന്റെയും ഒക്കെ പരാതി എന്ന് പറയുന്നത് ഒരു കേസ് എടുക്കുന്നതിന് അല്ലെങ്കിൽ പരാതി വരുന്നതിന് മുൻപ് തന്നെ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. ഇപ്പോൾ പരാതിയില്ല എങ്കിൽ പോലും ഭാര്യ ഉന്നയിച്ചിരിക്കുന്നത് ഗൗരവതരമായ ആരോപണമാണ്. പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നെങ്കിലും ഇടപെട്ടില്ല ഈ വിഷയത്തിൽ. ഒപ്പം മന്ത്രിയുടെ ഗൺമാൻ പേഴ്സണൽ സ്റ്റാഫുള്ള ആളുകൾ പിടിച്ചു തള്ളുകയും മൊബൈൽ പിടിച്ച് വാങ്ങാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. ഒപ്പം മന്ത്രിയെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടു. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ട്. പരാതി നൽകില്ല, നിയമപരമായി നീങ്ങില്ല എന്നവർ പറഞ്ഞാൽ പോലും ധാർമ്മികത എന്നൊരു വലിയ വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഗണേഷ് കുമാറിന്റെ മുന്നിലും, ഒപ്പം ആ ധാർമ്മിക തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ചെന്നുപെടുന്നത് ചില്ലറ തലവേദനയല്ല മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കുന്നത്.
അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമൊക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും ഗണേഷ് കുമാർ രാജി ആവശ്യപ്പെടുക എന്നതിനപ്പുറം മുഖ്യമന്ത്രിക്ക് മുന്നിൽ മറ്റൊരു പോംവഴിയില്ല. അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പ്രതിപക്ഷം അത് സംസ്ഥാന തലത്തിൽ വലിയ ആയുധമാക്കുകയും ചെയ്യും. അരുൺ, വി അരുൺ തുടരുന്നുണ്ട്. ഏതായാലും ഗണേഷ് കുമാർ രാജിയിലേക്ക് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വാളകത്തെ വീട്ടിൽ നിന്നും അദ്ദേഹം പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, വാളകത്തെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ ഒരുപാട് ശ്രമിച്ചു. സാധാരണ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച് മടങ്ങുന്ന ഒരു ആളാണ് ഗണേഷ് കുമാർ. ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം വളരെ പെട്ടെന്ന്. സാറൊന്നും പറയണ്ടോ? വിനീഷ്, സാധാരണ മാധ്യമങ്ങളോടൊക്കെ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ച് മടങ്ങുന്ന ഒരാളാണ്. പക്ഷെ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തോന്നുന്നു. ഗണേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കാണുമ്പോൾ മാധ്യമങ്ങളെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്, തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഗണേഷ് കുമാറുമായി അടുപ്പമുള്ള ആരെങ്കിലുമായി സംസാരിക്കാൻ സാധിച്ചോ? തീർച്ചയായും രഞ്ജിത്ത്, നമ്മള് തുടക്കം തന്നെ അവിടെ എത്തിയപ്പോൾ തറവാടിന്റെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഗേറ്റ് അടയ്ക്കാറില്ല. മാധ്യമങ്ങൾ വന്നാലും മറ്റ് ആര് വന്നാലും ഗേറ്റ് തുറന്നിടുന്നൊരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗേറ്റ് അടച്ചിട്ടാക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനമില്ലാത്ത തരത്തിൽ ഉള്ള സമീപനം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ലഭ്യമാവില്ല, മന്ത്രി പ്രതികരിക്കില്ല എന്നുള്ള ഒരു വിവരങ്ങൾ നമുക്ക് ആദ്യം തന്നെ ലഭ്യമായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 8:30 ആകുമ്പോൾ മന്ത്രി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നതാണ്. പക്ഷേ 8:30 കഴിഞ്ഞ് ഒരു 9 മണിയായിട്ടും മന്ത്രി ഇറങ്ങിയില്ല. ഒരുപാട് വൈകിയാണെന്ന് ഇറങ്ങിയതും. ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഔദ്യോഗിക വാഹനത്തിൽ കയറി പോയത്. പക്ഷേ എന്തെങ്കിലും പ്രതികരിക്കും എന്ന് കരുതി. കാരണം അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഭാര്യ തുറന്നു പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ ആരാഞ്ഞതും. പക്ഷേ മന്ത്രി ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രതികരണങ്ങൾ തികച്ചും രാഷ്ട്രീയമാണ്, ഇതൊന്നും പത്തനാപുരം മണ്ഡലത്തിലുള്ളവർ ഇതൊന്നും ചെവിക്കൊള്ളില്ല. കാരണം തന്നെ അറിയാം, തന്റെ എക്സ്റേ മണ്ഡലത്തിലുള്ളവർക്ക് അറിയാം എന്നുള്ളതായിരുന്നു. അത്രത്തോളം ഉറപ്പായിട്ട് തന്നെയായിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം സംശയമുണ്ടെങ്കിൽ എന്റെ പിന്നിൽ നിൽക്കുന്ന ജനങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നതടക്കമോ അത്രത്തോളം നല്ല ഉറപ്പായിട്ടായിരുന്നു മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അയാൾ നിഷേധിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് മന്ത്രിയുടെ ഭാര്യ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. തെളിവ് സഹിതം തന്റെ കയ്യിലുണ്ട്, ഇതിന്റെ ദൃശ്യങ്ങളുണ്ട്. വീട്ടിൽ സൂചിപ്പിച്ചതുപോലെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടതായിട്ടുള്ള ഫോട്ടോ തന്റെ പക്കലുണ്ട് എന്നടക്കം തെളിവുകൾ സഹിതം താൻ പുറത്തുവിടും, അല്ലെങ്കിൽ അത് പക്ഷെ നിയമപരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നടക്കം ഭാര്യ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നടപടിയെടുക്കണം. ആ സമയം ഭാര്യ 112-ൽ വിളിച്ച് തനിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അവിടെ വന്നിട്ട് തനിക്ക് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ള ഒരു ആരോപണം അന്നേരം തന്നെ വെളിപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ KSU വൈസ് പ്രസിഡന്റായ യദുകൃഷ്ണൻ ഈ സംഭവങ്ങൾ കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും DGPക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം, മന്ത്രിക്കെതിരെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയെ തടഞ്ഞു വെച്ചതടക്കമായിരുന്നു വെളിപ്പെടുത്തലുണ്ടായത്. ഇതിലൊരു അന്വേഷണം വേണമെന്നത് കാട്ടിയായിരുന്നു DGPക്ക് പരാതി നൽകിയത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് വീണ്ടും പ്രതിഷേധങ്ങൾ പത്തനാപുരം മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്,
ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. അരുൺ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ, മന്ത്രിസഭാ യോഗത്തിലേക്ക് മന്ത്രിമാർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ശശീന്ദ്രൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഗണേഷ് കുമാർ അല്പസമയത്തിനകം വാളകത്തെ വീട്ടിൽ 9 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10 മണിക്കകം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. മന്ത്രിസഭാ യോഗം 10 മണിക്കാണല്ലോ. ഇടതുമുന്നണി ഏതാണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് കരുതാമോ? രാജി വേണമെന്ന ആവശ്യം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉന്നയിച്ചു കഴിഞ്ഞോ? CPI അടക്കമുള്ള പ്രധാന കക്ഷികളും ആ തരത്തിലുള്ള നിലപാടിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. രാജിയല്ലാതെ മറ്റൊരു പോംവഴി ഗണേഷ് കുമാറിന്റെ മുന്നിലില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ സൂചനകൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റൊരു വഴിയുമില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അറിഞ്ഞ പരാതിയാണ്. ഇന്നലെ ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തലുകൾ ഏറ്റവും നിർണായകം. മുഖ്യമന്ത്രിയുടെ മകളോട് ശനിയാഴ്ച തന്നെ ഇത് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകളോട് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി അറിയേണ്ടതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും 112 വിളിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത്തരമൊരു പരാതി റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോയത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാളകത്തെ വീട്ടിലേക്കാണ്. അതും അവരുടെ രേഖകളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയലായി എത്തിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ഉത്തരവാദിത്തം കൂടി വർദ്ധിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. എന്തുകൊണ്ട് അത് അറിഞ്ഞ ശേഷം നടപടിയെടുക്കുന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ഒരു മന്ത്രിയാണ് ആ ഒരു പരാതി ഉയർന്നിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വിശദീകരണത്തിന് സമയം മുഖ്യമന്ത്രിക്ക് എടുക്കാം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടി വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വെറുതെ ഒരു ആരോപണമല്ല, മന്ത്രിയുടെ ഭാര്യയുടെ തന്നെ ആരോപണമാണ്. അവരുടെ പക്കൽ അതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറയുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ ഒരാൾ അവരെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം ചോദിക്കുന്നത് മന്ത്രിയുടെ പത്നിക്ക് പോലും മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത നാടായാണോ കേരളം മാറുന്നത്? അവിടെ പോലും പരാതി വരുമ്പോൾ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്തം പോലീസ് മന്ത്രി കൂടിയായ ആഭ്യന്തര മന്ത്രി കൂടിയായ പിണറായി വിജയനുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് CPM-ൽ ഇടതുമുന്നണിയിൽ പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് AK ശശീന്ദ്രനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ 24 മണിക്കൂറിനുള്ളിലാണ് രാജിവെക്കാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. പിന്നീട് ആരോപണങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മറ്റ് കേസുകളില്ല എന്ന സാഹചര്യത്തിലാണ് ശശീന്ദ്രൻ തിരിച്ചു വന്നത്. മുകേഷിനെതിരെ രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് അന്ന് CPM സ്വീകരിച്ച ഒരു നിലപാട്, അധികാര സ്ഥാനങ്ങൾ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ രാജിവെക്കാം. ഒരു ആരോപണം വരുമ്പോൾ രാജിവെച്ച് MLA ആയി തുടരാം. പക്ഷേ MLA രാജിവെച്ചാൽ പിന്നീട് കുറ്റാരോപണമെല്ലാം തെളിഞ്ഞാൽ പോലും തിരികെ വരാൻ അവസരമില്ല. അതാണെന്ന് പറഞ്ഞ ന്യായം. ഇവിടെ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുകേഷിന്റെ കാര്യത്തിലൊക്കെ വാർത്താക്കുറിപ്പ് പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവ് പദവിയിരിക്കുന്ന ആളാണ് കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് മന്ത്രിയാണ് അദ്ദേഹം. സ്വാഭാവികമായും അദ്ദേഹം അവിടെ രാജിവെച്ചാൽ അദ്ദേഹത്തിന് മടങ്ങി വരാൻ അവസരമുണ്ടാകും. തെറ്റുകാരനല്ല, അല്ലെങ്കിൽ ആരോപണങ്ങൾ ശരിയാണെന്ന് അദ്ദേഹത്തിന് MLA സ്ഥാനത്തേക്ക് വരാൻ വീണ്ടും അവസരമുണ്ടാകും. ആ ഒരു ന്യായം പരിഗണിച്ചാൽ പോലും ഗണേഷ് കുമാറിന്റെ രാജി അനിവാര്യമായി മാറുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, സ്ത്രീ സുരക്ഷയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നടൻ ദിലീപിനെ പോലെ ഏറ്റവും ജനപ്രിയനായ ഒരു താരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട സർക്കാരാണ്. ആ കേസിലെ അതിജീവതയെ എപ്പോഴും ചേർത്ത് നിർത്തുമെന്ന് പറയുന്ന സർക്കാരാണ്. ധൈര്യമായി മുന്നോട്ട് പോകണം എന്ന് ആവർത്തിച്ച് ആ അതിജീവതയോട് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ളൊരു മന്ത്രി സ്വന്തം വീട്ടിൽ ഭാര്യമാരെ പോലും തല്ലുന്ന മന്ത്രിമാരെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദനാണ്. മുഖ്യമന്ത്രി കിട്ടിയ പരാതിയിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടത് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ, അദ്ദേഹമാണെന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിൽ. സ്വാഭാവികമായും നേരത്തെയുള്ള നിലപാടുകളിൽ നിന്ന് വെള്ളം ചേർക്കാൻ കഴിയുന്ന വിഷയമായി CPM-നെ കാണില്ല. കാരണം കെ ബി ഗണേഷ് കുമാർ എന്ന ഒറ്റയാളുടെ പേരിൽ സംസ്ഥാനത്ത് തുടർഭരണത്തിലേക്ക് വരാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ CPM ആഗ്രഹിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഗണേഷ് കുമാർ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് സൂചനകൾ പുറത്തു വരുന്നത്. ഗണേഷ് കുമാർ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഗണേഷ് കുമാർ രാജിവെച്ച് മാറി നിന്നേക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു തീരുമാനം തന്നെയാണ് ഗണേഷ് കുമാറിൽ നിന്ന് CPM ഒക്കെ പ്രതീക്ഷിക്കുന്നത്. CPM മന്ത്രിമാർ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ തങ്ങളുടെ നിലപാട് അറിയിക്കാനുള്ള സമയത്തിനകം തിരുവനന്തപുരത്തെത്തും, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. ആ സമയത്ത് അരുണിലേക്ക് വരാമെന്ന് കരുതുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നിരവധി വാർത്തകളോട് തിരിച്ചു വരാം.
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. ശമ്പള വർധനം ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരം കൂടുതൽ ആശുപത്രികളിലേക്ക് വ്യാപിക്കുന്നു. കഴിഞ്ഞ ദിവസം വെന്റിലേറ്റർ, അത്യാഹിത വിഭാഗം, ICU തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ സമരത്തിന് വിട്ടുനിന്നിരുന്നു. 40,000 രൂപ അംഗീകരിക്കണമെന്നാണ് ആവശ്യം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2020 ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച സഞ്ജു സാംസൺ. സഞ്ജു ഉൾപ്പെടെ 4 ഇന്ത്യൻ താരങ്ങളാണ് 12 അംഗ ടീമിലുള്ളത്. ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നീ താരങ്ങളും ടീമിലുണ്ട്. ലോകകപ്പിൽ 5 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു 3 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 321 റൺസ് എടുത്ത് ടൂർണമെന്റിലെ താരമായിരുന്നു. അതിന് പിന്നാലെയാണ് ICC ടീമിലും സ്ഥാനം കിട്ടിയത്. എയ്ഡൻ മാർക്രം ക്യാപ്റ്റനായുള്ള ടീമിൽ ഓപ്പണിംഗ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമാണ് സഞ്ജു. അതേസമയം ഇന്ത്യക്കെതിരെ ഫൈനൽ കളിച്ച ന്യൂസിലൻഡ് ടീമിൽ നിന്ന് ആരും പട്ടികയിലില്ല എന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാന്റെ സഹിബ്സ ഫർഹാനാണ് സഞ്ജുവിനൊപ്പം ICC ടീമിലെ ഓപ്പണർ. ലോകകപ്പിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാതിരുന്ന സഞ്ജു സൂപ്പർ 8 പോരാട്ടത്തിൽ വലിയ മത്സരം കാഴ്ചവെച്ചാണ് തിരിച്ച് ടീമിൽ സ്ഥിരമായി സ്ഥാനം നേടിയെടുത്തതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ICC ടീമിൽ ഇടം പിടിക്കുന്നത് വലിയ നേട്ടമായി തന്നെ നമുക്ക് സഞ്ജുവിനെ മനസ്സിലാക്കാം. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇല്ലാത്ത ടീമിലാണ് സഞ്ജു ഉള്ളത് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ 2ാം കിരീടം വലിയ ആഘോഷമായിരുന്നു താരങ്ങൾക്കൊക്കെ. അതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു ആരാധകർ. പക്ഷേ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഈ ഓരോ മത്സരങ്ങളിലും വലിയ തോതിൽ ഇന്ത്യൻ വിജയത്തിൽ ചുക്കാൻ പിടിച്ച ഹാർദിക് പാണ്ഡ്യ പങ്കാളി മഹിമ ശർമ്മയും ചേർന്നുള്ള ആഘോഷം ഒരു വിഭാഗം ആരാധകർക്ക് അത്ര പിടിച്ച മട്ടില്ല എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഫൈനൽ വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും പങ്കാളി മഹിമ ശർമ്മയും ചേർന്നുള്ള റൊമാൻറ്റിക് ആഘോഷ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മഹിമ ഗ്രൗണ്ടിലേക്ക് വിജയത്തിന് തൊട്ട് പിന്നാലെ ഓടിയെത്തുകയായിരുന്നു. ഇരുവരും ഒന്നിച്ച് നൃത്തം ചെയ്യുന്നതും സെൽഫി എടുക്കുന്നതും ചുംബിക്കുന്നതുമെല്ലാം ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞു. സ്റ്റേഡിയത്തിന് നടുവിലുള്ള പോഡിയത്തിൽ ഇരുവരും ഇരിക്കുകയും പിന്നെ അല്പനേരം കിടക്കുകയും മറ്റും ചെയ്തു. ഈ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വലുതായി പ്രചരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഇരുവരും അതിരുകടന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ചില ആരാധകർ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ചില വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അത് പറയുന്നത് ആഘോഷമൊക്കെ ആകാം, പക്ഷേ അതിന് ഇത്ര അധികം കളർ വരുത്തണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്ന പശ്ചാത്തലമുള്ളത്. അതും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്. സഞ്ജു സാംസന്റെ ആസ്തി എത്ര?
കഴിഞ്ഞ 10-12 വർഷമായി ക്രിക്കറ്റ് രംഗത്ത് സജീവമായുള്ള സഞ്ജു, IPL-ലെ പ്രധാനപ്പെട്ട താരമായ സഞ്ജുവിൻ്റെ ആസ്തി എത്ര എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആരാധകർക്ക്, ക്രിക്കറ്റ് പ്രേമികൾക്കൊക്കെ ഏറെ ആകാംക്ഷയോടെ അത് കാത്തിരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം സഞ്ജുവിന് വലിയ വീട്, തിരുവനന്തപുരത്ത് വലിയ ഒരു ആഡംബര ഭവനമുണ്ട്, നിരവധി ആഡംബര കാറുകളുണ്ട്. 2026-ലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ ആരംഭിക്കെ ചെന്നൈ സൂപ്പർ കിങ്സുമായി 18 കോടി രൂപയുടെ കരാറിൽ അദ്ദേഹം ഒപ്പിട്ട പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമായി അനുസരിച്ച് പുറത്തു വരുന്നത് സഞ്ജുവിൻ്റെ ആസ്തി ഏതാണ്ട് 100 കോടി രൂപ വരും എന്നുള്ളതാണ്. അത് 18 കോടി രൂപ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജസ്ഥാൻ റോയൽസും സഞ്ജുവിന് ഓരോ വർഷവും കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഒരു വർഷം 1 കോടി രൂപ BCCI നൽകുന്നുണ്ട്. ഗ്രേഡ് C ലെവലിലാണ് സഞ്ജു ഉള്ളത്. BCCI നൽകുന്ന ഈ 1 കോടി രൂപ. മറ്റൊന്ന് 2020 മത്സരം ലഭിക്കുന്ന പ്രതിഫലം. നിരവധി പരസ്യ കമ്പനികളിൽ നിന്ന് സഞ്ജുവിന് കിട്ടുന്ന പ്രതിഫലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് 25-26 കോടി രൂപയോളം ഒരു വർഷം വരും എന്നാണ് മനസ്സിലാക്കുന്നത്. 100 കോടിയിലധികം രൂപ വരുമാനമായി സഞ്ജു നേടിയിട്ടുണ്ട് എന്നാണ് സൺഡേ ഗാർഡിയൻ പുറത്തുവിടുന്ന റിപ്പോർട്ട്. സഞ്ജുവിൻ്റെ ആസ്തി 85 മുതൽ 100 കോടി രൂപ വരെയാണ് എന്നാണ് പറയുന്നത്. വിവിധ ബ്രാൻഡുകളിൽ നിന്ന് 25 മുതൽ 28 കോടി രൂപയുടെ വരെ വരുമാനം സഞ്ജു നേടുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ പറഞ്ഞതുപോലെ റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി, ലെക്സസ് ES, Audi A6, മെഴ്സിഡസ് ബെൻസ് C-ക്ലാസ്, BMW സീരീസ് തുടങ്ങിയ ലക്ഷറി വാഹനങ്ങളും താരത്തിന് സ്വന്തമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. ഗണേഷ് കുമാർ വിഷയത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഭാര്യയോട് ബിന്ദു മേനോനോട് ഗണേഷ് കുമാർ ക്ഷമ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. സംഭവിച്ച കാര്യങ്ങളിൽ ക്ഷമാപണം നടത്തി ഒരു കോംപ്രമൈസിന് ഗണേഷ് കുമാർ ശ്രമിക്കുന്നു. സ്വാഭാവികമായും പരാതിയുമായി ഭാര്യ മുന്നോട്ട് പോകില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ മുഖ്യമന്ത്രിയെയും LDF-നെയും ഒക്കെ ധരിപ്പിച്ചിരിക്കാം. അതനുസരിച്ച് ഒരു കോംപ്രമൈസിലേക്ക് കാര്യങ്ങൾ പോവുകയും മറ്റും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പുറത്തു വന്നത്. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഭാര്യ രംഗത്ത് വന്നിരുന്നു. വാളകത്തെ വീട്ടിൽ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ മുന്നോട്ട് വെച്ച ആരോപണം. മാധ്യമങ്ങളിലൂടെ പരസ്യമായി അവർ അത് പറയുകയും ചെയ്തു. അതിനുശേഷം ഗണേഷ് കുമാർ രാജിവെച്ചേക്കുമെന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ വിവാദത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഭാര്യ ബിന്ദു ഗണേശിനോട് ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഈ വിവാദത്തിൽ ഒരു കോംപ്രമൈസിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതൊരു പക്ഷേ LDF നേതൃത്വമൊക്കെ ഇടപെട്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇടപെട്ടുണ്ടാക്കിയ ഒരു കോംപ്രമൈസ് ആയിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത ഗണേഷ് രാജിയിലേക്ക് എന്ന് തന്നെയായിരുന്നു. അതനുസരിച്ചുള്ള തീരുമാനം ഏതാണ്ട് മുഖ്യമന്ത്രി അടക്കം എടുത്തു എന്നായിരുന്നു വിവരങ്ങൾ. ഇതിനിടയിൽ ഇത്തരം ഒരു കോംപ്രമൈസിന്റെ സാധ്യതകൾ കൂടി തേടുന്നുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു രഞ്ജിത്ത്. അതായത് ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഇത്തരം അനുനയ നീക്കം ഉണ്ടായി, ഒത്തുതീർപ്പുണ്ടായി. താൻ ഇന്നലെ വൈകാരികമായി പ്രതികരിച്ചതാണ്. 13 വർഷത്തെ വൈവാഹിക ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിൻ്റെ മാത്രം പേരിൽ അവസാനിപ്പിച്ച് പോകേണ്ടതല്ല. അതുകൊണ്ട് ഗണേഷ് താനുമായി സംസാരിച്ചു, ക്ഷമാപണം നടത്തി. ആർക്കും തെറ്റുപറ്റാം, അതുകൊണ്ട് താനിക്ക് പരാതിയില്ല, പോലീസിൽ പരാതി നൽകില്ല എന്ന കാര്യമാണ് ബിന്ദു മേനോൻ പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റും, അതുകൊണ്ട് ഇട്ടെറിഞ്ഞ് പോകേണ്ടതില്ല. ഒപ്പം ഇന്നലെ ഗണേഷ് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണമാണ് പ്രകോപനമുണ്ടാക്കിയത്. തുടർന്ന് താൻ വൈകാരികമായ പ്രതികരണം നടത്തി. ഇതാണ് ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഗണേഷ് കുമാർ ഒരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നു. ഭാര്യയെ വിളിച്ച് ക്ഷമാപണം നടത്തി. ഇതോടെ പ്രശ്നപരിഹാരത്തിന് ഉള്ള നീക്കമാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. അതായത് മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഗണേഷ് ഭാര്യയോട് ക്ഷമാപണം നടത്തി ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നീക്കം നടത്തുകയാണ്. ഇപ്പോൾ ഈ ഭാര്യ മാധ്യമങ്ങളോട് തന്റെ നിലപാട് കൂടി തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ഈ വിവാദങ്ങൾ അവസാനിക്കുമോ, മന്ത്രിസ്ഥാനം നിലനിർത്താൻ കഴിയുമോ, അതല്ലെങ്കിൽ സർക്കാരിന്റെ അവസാന കാലത്ത് രാജിവെച്ച് പോവേണ്ടി വരുന്ന മന്ത്രി, കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ രാജിവെച്ച് പോവേണ്ടി വരുന്ന മന്ത്രി എന്ന പേരുദോഷം അദ്ദേഹത്തിന് ഒഴിവാക്കാനാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മുന്നണി യോഗവും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മുന്നണി യോഗവും മുഖ്യമന്ത്രിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് നടത്തി ഈ കുടുംബ പ്രശ്നം പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതനുസരിച്ച് ഗണേഷ് നീങ്ങി എന്നുകൂടി നമുക്ക് അനുമാനിക്കാം. എന്തായാലും സാഹചര്യം സംഭവിച്ചിരിക്കുന്നത്
അങ്ങനെ തന്നെയാണ്. എന്തായാലും ഗണേഷ് ഒത്തുതീർപ്പിലേക്ക് തന്നെയാണ്, ഈ പ്രശ്നം ഒത്തുതീർപ്പിലേക്കാണ്, വഴിത്തിരിവിലേക്കാണ്. തനിക്ക് പരാതിയില്ല എന്ന കാര്യം പറയുന്നു. നമുക്കറിയാം ഇന്നലെ സംഭവിച്ച കാര്യം. DGPക്ക് പരാതി നൽകുന്നു, മുഖ്യമന്ത്രി നിലപാടെടുക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ ഭാര്യ ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ബിന്ദു മേനോൻ പറഞ്ഞിരിക്കുന്നത് പ്രതികാര നടപടിക്ക് താൻ ഇല്ല എന്ന് പറയുന്നു. പരാതി ഒത്തുതീർപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് താൻ പോകുന്നു എന്ന് പറയുന്നു. തനിക്ക് ഗണേഷ് കുമാറിനോട് അത്രയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇന്നലത്തെ പ്രതികരണം അത് വൈകാരിക പ്രതികരണമാണ് എന്ന് ബിന്ദു മേനോൻ പറയുന്ന പശ്ചാത്തലമുണ്ട്. അതനുസരിച്ച് ഭാര്യയോട് ഗണേഷ് കുമാർ മാപ്പ് പറയുന്നു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പരാതി ഒത്തുതീർപ്പാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് വലിയ തോതിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്, ആദ്യം ബിന്ദുവിൻ്റെ സഹോദരിയോട് ക്ഷമ പറഞ്ഞു, അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നും ബിന്ദു മേനോൻ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ഇന്നലെ നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ നടന്ന മാധ്യമങ്ങൾ നടത്തിയ പ്രതികരണങ്ങൾ അത് വൈകാരികമായിരുന്നു എന്നുകൂടി മന്ത്രിയുടെ ഭാര്യ പറയുന്ന പശ്ചാത്തലം ഈ വിവാദത്തിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മന്ത്രി വിളിച്ചിരുന്നു, മന്ത്രി സംസാരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ബിന്ദു മേനോൻ വ്യക്തമാകുന്നത്. മനസ്സിലാക്കേണ്ടത് രാജിയില്ല, സൈത്ത് രാജി ഉണ്ടാവില്ല എന്നുള്ള വിവരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. പരാതി ഒത്തുതീർപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുകയുമില്ല. അങ്ങനെ അവസാനിപ്പിക്കാനാണ് നോക്കുന്നത് രഞ്ജിത്ത്. കാരണം രണ്ട് രീതിയിലാണ് പ്രശ്നം. ഒരേ സമയം ഈ ആക്ഷേപം നേരിട്ട ഒരു വ്യക്തിയെ മന്ത്രിസ്ഥാനത്ത് നിലനിർത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോവാൻ മുന്നണിക്ക് കഴിയില്ല, മുഖ്യമന്ത്രിക്ക് കഴിയില്ല, അങ്ങനെ ഒരു സാഹചര്യം. അതേസമയം രാജിവെച്ചാൽ അതുണ്ടാക്കുന്ന ക്ഷീണവും ചെറുതല്ല, അത് മുന്നണിക്ക് പൊതുവിൽ ക്ഷീണമുണ്ടാക്കും. ഏറ്റവും അവസാന കാലത്ത് സർക്കാർ നേരിടേണ്ടി വരുന്ന വലിയ വികസന അജണ്ടകളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ഒരു ആക്ഷേപം വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കും. അത് പത്തനാപുരത്ത് മാത്രമല്ല, സംസ്ഥാനമാകെ തന്നെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഈ ഒരു തിരിച്ചറിവിൽ കൂടിയാവണം ഏറ്റവും ഫലപ്രദമായ ഒരു സൊല്യൂഷൻ ഇത് തന്നെയാണ് എന്ന ആലോചനയിലേക്ക് വരികയും ഈ നീക്കവും ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ബിന്ദു മേനോൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മുമ്പ് 13 വർഷത്തെ ജീവിതത്തിൽ മുമ്പും പലതരമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ആലോചനകൾ നടന്നു. പക്ഷേ എന്തായാലും അത്രയ്ക്കധികം ഇഷ്ടമാണ് ഗണേഷ് കുമാറിനെ, അതുകൊണ്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ താനില്ല. ഇതേക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇനി ചർച്ച നടക്കരുത് എന്ന അപേക്ഷ കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. പോലീസിന് പരാതി നൽകില്ല, പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകും. ക്ഷമ പറഞ്ഞാൽ തീരുന്നതായിരുന്നു, അതിനാണ് താൻ വെയിറ്റ് ചെയ്തത്. ജീവിതത്തിൽ തെറ്റെല്ലാവർക്കും പറ്റും, മന്ത്രിയായതിനാൽ അത് എല്ലാവരും അറിഞ്ഞുവെന്ന് മാത്രം. ഇതാണ് ബിന്ദു മേനോൻ്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഒരു കുടുംബ തർക്കമാണ്, അത് അങ്ങനെ തന്നെ അവസാനിക്കുന്നു എന്നതാണ് ബിന്ദു മേനോൻ പറയുന്നത്. ഇന്നലെ ഗണേഷ് കുമാർ അവരുമായി നടത്തിയ നീക്കങ്ങൾ തന്നെയാവണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഗണേഷ് കുമാർ ഇന്നലെ മാധ്യമങ്ങളോട് രാവിലെ നടത്തിയ ആ പ്രതികരണമാണ് അവർ തുടർന്ന് പ്രകോപനപരമായി മുന്നോട്ട് വന്ന് കാര്യങ്ങൾ വൈകാരികമായി ഏറ്റെടുത്ത് താൻ പറഞ്ഞത് എന്നതാണ് ബിന്ദു മേനോന്റെ വാക്കുകൾ. ഒരു കാര്യം വ്യക്തമാണ്, ഇന്നലെ DGPക്ക് അടക്കമുള്ള പരാതി ഗാർഹിക മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം KB ഗണേഷ് കുമാറും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തും. ഒരു കാര്യം വ്യക്തമാണ്, രാജിയില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിരിക്കുന്നു. മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല. ഭാര്യയുമായി കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഒരു അനുനയത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. ബിന്ദു മേനോൻ ഇതുമായി ബന്ധപ്പെട്ട് ബിന്ദു മേനോട് ക്ഷമാപണം നടത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. തുടർന്ന് രാജി വേണ്ട എന്ന നിലപാടിലേക്ക് മന്ത്രി എത്തുന്ന സാഹചര്യം വളരെ പ്രസക്തവും വളരെ പ്രധാനവുമാണ്. ഈ പറഞ്ഞതുപോലെ LDF നേതാക്കളടക്കം മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം, ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന പശ്ചാത്തലം ഉണ്ട്. അതനുസരിച്ച് നോക്കിയാൽ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. നയത്തിലുള്ള എല്ലാ വഴികളും തുറന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദം കാര്യമായി പൊട്ടിപ്പുറപ്പെട്ടത്. മന്ത്രി പത്നി അതിനുശേഷം മാധ്യമങ്ങളോട് മന്ത്രിക്കെതിരെ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് മാറ്റിവെച്ച് നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും തുടർന്ന് അത് സംഭവിക്കുകയുമാണ് എന്നാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് മറ്റ് ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ് ചേരും.